കണ്ണമാലി പുത്തൻതോട്ടിൽ വള്ളം മറിഞ്ഞ് രണ്ടുപേർ കടലിൽ വീണു. മത്സ്യത്തൊഴിലാളികളുടെ സമയോചിതമായ ഇടപെടൽ മൂലം രണ്ടുപേരെയും രക്ഷപ്പെടുത്തി. കൊല്ലം സ്വദേശികളായ ഡെറിൻ, ബേസിൽ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. മത്സ്യബന്ധനത്തിന് ശേഷം കൊച്ചിയിൽ നിന്നും കൊല്ലത്തേക്ക് പോവുകയായിരുന്നു ഇരുവരും. മത്സ്യബന്ധനത്തിന് ശേഷം കൊച്ചിയിൽ നിന്നും കൊല്ലത്തേക്ക് വള്ളത്തിൽ മടങ്ങുകയായിരുന്നു കൊല്ലം സ്വദേശികളായ ഡെറിനും ബേസിലും. യാത്രാമധ്യേ ശക്തമായ തിരമാലകളടിച്ച് കണ്ണമാലി പുത്തൻതോട്ടിൽ വള്ളം മറിഞ്ഞ് കടലിൽ വീണ് ഇരുവരും അപകടത്തിൽപ്പെട്ടു. നമ്മൾ കൊച്ചിയിൽ നിന്ന് കൊല്ലത്തോട്ട് ഓടിപ്പോകുന്ന സമയത്തിലേക്ക് കരനിരയ്ക്ക് എഞ്ചിൻ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു. കംപ്ലൈൻ്റ് ഇതിൽ കരനിരങ്ങി വന്ന സമയത്ത് ബോട്ടിലിരുന്ന് രണ്ടുപേരുണ്ടായിരുന്നു. ഞാനും എൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു. ആ വ്യക്തി ഞാൻ പറഞ്ഞു ചാടാൻ പറഞ്ഞു. അവിടെ അയാൾ ചാടി കരന്നിരുന്നു. ഞാൻ എഞ്ചിൻ സ്റ്റാർട്ടാക്കുന്ന മുമ്പേ കടലൊന്ന് അടിച്ച് വള്ളത്തെ കൊണ്ട് കല്ലിന് പുറത്താക്കി. അവിടെ അടിച്ചതോടെ എനിക്ക് അതിൽ ബോധം പോയി. എനിക്ക് അടുത്തതിൽ എന്തെന്ന് സംഭവിച്ചെന്ന് എനിക്കൊന്നും അറിയത്തില്ല. ഞാനൊരു 2 മണിക്കൂർ കഴിഞ്ഞ് എണീച്ച് നോക്കിയപ്പോൾ ഞാൻ ആശുപത്രിയിലേക്കാണ്. വള്ളത്തിൽ 2 എഞ്ചിന് പെട്രോള്, മണ്ണെണ്ണ ഉണ്ടായിരുന്നു. വേറെ വള്ളത്തിൻ്റെ കുറച്ച് ഏക്കർ സാധനങ്ങൾ, ബാറ്ററി, എൻ്റെ സാധനമൊക്കെ ആയിരുന്നു. അതൊക്കെ നഷ്ടപ്പെട്ട് അതൊക്കെ വെള്ളത്തിൽ പോയി. വേറെ എൻ്റെ പൈസയും അങ്ങനെ കാര്യവും അതൊക്കെ പോയി. 30,000-ഓളം കളഞ്ഞുപോയി. വേറെ ഫോണും കാര്യമെല്ലാം പോയി. വേറെ ബാഗും തുണിയും അതൊക്കെ അങ്ങനെ എൻ്റെ കൂടെ പോയി. വേറെ ഒന്നും കിട്ടിയില്ല. വെള്ളം ചെറുതായിട്ട് പൊട്ടിയിട്ടുള്ളതുകൊണ്ട് ആ സൈഡ് ബെൻഡറൊക്കെ പൊളിഞ്ഞ് വെള്ളം എടുത്തിട്ട് പണി ചെയ്യുമ്പോൾ തന്നെ ഒരു 40,000-45,000 മേളിൽ തന്നെ പണി വരും. അപകടത്തിൽപ്പെട്ട ഉടനെ ഡെറിൻ അബോധാവസ്ഥയിലാവുകയും കൂടെയുണ്ടായ ബേസിൽ കരയ്ക്ക് നീന്തി കയറി നാട്ടുകാരെ അറിയിച്ചതോടെ പുത്തൻതോട്ടിലെ മത്സ്യത്തൊഴിലാളികളായ തങ്കച്ചൻ, സേവ്യർ, നെൽസൺ വർഗീസ്, സാവി തേമൻ എന്നിവർ ചേർന്ന് ഇരുവരെയും രക്ഷപ്പെടുത്തുകയായിരുന്നു. കടൽ രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇവർ ഈ രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയത്. 1 കിലോമീറ്റർ ദൂരം വെച്ച് തന്നെ ഞങ്ങൾ കാണുന്നുണ്ട് ഇവര്. അപ്പൊ എന്തായാലും ഒരു കല്ല് കയറുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾ ഇവിടെ ഉള്ള കംപ്ലീറ്റ് മത്സ്യത്തൊഴിലാളികളെല്ലാവരും കൂടി നോക്കിയിരിക്കണായിരുന്നു. പക്ഷേ ഈ ക്യാപ്പിൽ വന്ന് അടിയുമെന്നുള്ള പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ നിന്നേച്ചു. പക്ഷെ അടിയാൻ പറ്റില്ല. അത് കൂപ്പോടെ തന്നെ ഒരാൾ ഇവിടെ വന്നപ്പോൾ തന്നെ ചാടി. ഈ കാറ്റും ഒഴുക്കുള്ളത് കൊണ്ട് നേരെ കല്ലിലേക്ക് ആ വള്ളം പോയി. ഈ പയ്യനുമായിട്ട് പൊക്കി വള്ളം കല്ലേ കയറ്റി. പിന്നെ ഇവിടുന്ന് ആളെല്ലാം അങ്ങോട്ട് ഓടിച്ചെന്ന് പിന്നെ പൊക്കിയെടുത്ത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതായിരുന്നു നടന്നത്. അവരെ നീന്തി വന്ന ആൾക്കാരാ. ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി റോപ്പുമായിട്ട് പോയി. ഒരു 4:30 മണി ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR ഒപ്റ്റിക്കൽസ്, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.